ഷാജി, അട്ടമലയിൽ റോഡ് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ആ PWDയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചിലരുടെ കമന്റ് എന്താണെന്നറിയാവോ? ഇനി ഇതുപോലൊരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ ആ 21 കുടുംബക്കാർ റോഡിൽ കൂടെ ഓടി രക്ഷപ്പെടാമല്ലോ. എന്ത് ബാലിച്ചമാണ്. ഇപ്പോ ഈ ചൂരൽമല 787 കോടി രൂപയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പേരിൽ മാത്രം സർക്കാർ ഖജനാവിലേക്ക് CMDRFിലേക്ക് വന്നത്. അവിടേക്ക് റോഡ് നിർമ്മിക്കുന്നതിന്റെ 4/1 പണം ഉണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാം. ഇതുവരെ പുനരധിവാസ ലിസ്റ്റിൽ അവരെ പെടുത്തിയിട്ടില്ല. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു പ്രധാന വിഷയമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വളരെ മാനുഷികമായ ഒരു വിഷയം. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു ചർച്ചയിൽ വയനാട്ടിൽ നിന്നുള്ള ചുരൽമലയിലെ BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ ഷാജിമോൻ ചുരൽമലയുമായി നമ്മൾ ചുരൽമലയിലെ ദുരിതബാധിതരുടെ ചില എന്നല്ല കടുത്ത ചില അവഗണനയും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പിണറായി സർക്കാർ 2024-25 CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചപ്പോൾ 262 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആ തുക അത് വകമാറ്റിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ചുരൽമലയിലെ പുനരധിവാസം പോലും എങ്ങും എത്തിയില്ല. തുടക്കത്തിൽ തന്നെ കിടന്ന് ഇഴയുകയാണ്. അപ്പോൾ കടുത്ത അമർഷത്തിനുമപ്പുറം വേദനയിലാണ് ചുരൽമലയിലെ ദുരന്ത ബാധിതർ. അവരെ കഴിഞ്ഞ LDF സർക്കാർ ഒട്ടുമേ പരിഗണിച്ചില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അവർ എല്ലാം ഭയന്ന് കടിച്ചു പിടിച്ചൊക്കെ നിന്ന് പോവുകയായിരുന്നു. പക്ഷേ ഇനി അവരെ ആരെയും പേടിപ്പിക്കാനില്ല. കാരണം ഇടത് സർക്കാർ ഇപ്പോൾ LDFന് ജനം അവരടക്കം വീട്ടിലിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ UDF സർക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലെ പണം ഈ 262 കോടി രൂപ അത് വകമാറ്റിയിരിക്കുന്നതെന്ന് ഞെട്ടിപ്പിക്കുന്ന CAGയുടെ കണ്ടെത്തൽ. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് വയനാട്ടിൽ നിന്നും ഷാജിമോൻ ചുരൽമലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറുമാണ് ഷാജിമോൻ ചുരൽമല. ശക്തമായി ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ്. നമസ്കാരം ഷാജിമോൻ ചുരൽമല. നമസ്തേ. അറിഞ്ഞാണല്ലേ? നമസ്തേ. അറിഞ്ഞാണല്ലേ വിവരങ്ങളൊക്കെ? ഈ വകമാറ്റി ചിലവഴിക്കൽ സ്ഥിരം പരിപാടിയാണല്ലേ അത്? ഇത് ഞങ്ങൾക്കൊരു സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പോഴാണ് CAG റിപ്പോർട്ട് വന്നതോടുകൂടി ആ സംശയം ബലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മുൻപ് പലപ്പോഴും ഈ ഗുണഭോക്താക്കളുടെ പുനരധിവസിപ്പിക്കേണ്ട ആളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു വ്യഗ്രത ഗവൺമെന്റും ബന്ധപ്പെട്ട അധികാരികളും കാണിച്ചിരുന്നു. അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും പല മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തങ്ങളെ ഒരു വരുമാന മാർഗമായിട്ട് നമ്മുടെ ഗവൺമെന്റുകൾ കാണുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഞാൻ മുൻപ് പല തവണ സൂചിപ്പിച്ചതുപോലെ എന്റെ നാട്ടിൽ ആദ്യമായിട്ടല്ല ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. നിരന്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നു, ജീവനുകൾ നഷ്ടപ്പെടുന്നു. എന്നിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിശോധന അവിടെ നടത്തിയിട്ടില്ല. നല്ല ഭൗമശാസ്ത്രജ്ഞരെ കൊണ്ട് അവിടെ ഒരു പരിശോധന നടത്തി അവിടുന്ന് ഒഴിവാക്കേണ്ട ആളുകളെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഓരോ തവണ ഉരുൾപൊട്ടുമ്പോൾ പുത്തുമല ദുരന്തത്തിൽ കുറെ പണം ഇവരുടെ ഖജനാവിലേക്ക് വന്നു. ചൂരൽമല ഇപ്പോ ഈ ചൂരൽമല 787 കോടി രൂപയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പേരിൽ മാത്രം സർക്കാർ ഖജനാവിലേക്ക് CMDRFിലേക്ക് വന്നത്. ആ തുക എന്ത് ചെയ്തു എന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സാസ്കി ഫണ്ടിൽ നിന്നാണ്. സാസ്കി ഫണ്ട്, അതായത് കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങൾക്ക് കൊടുക്കുന്ന പണത്തിൽ നിന്നാണ്, സഹായത്തിൽ നിന്നാണ്. വായ്പയായിട്ട് 50 വർഷത്തേക്ക് തിരിച്ചടക്കേണ്ട ഒരു പലിശയില്ലാത്തൊരു വായ്പയായിട്ടാണ്. അത് മാത്രമല്ല 261 കോടി രൂപ ഒരു ഉപാധിയുമില്ലാതെ കേന്ദ്ര സർക്കാർ കൊടുത്തു. ഈ പണമെല്ലാം ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ പുനരധിവാസത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ നോക്കൂ, 300 കോടിക്കടുത്താണ് ഈ നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് ഇവർ കരാറ് വെച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പോലും പൂർണ്ണമായിട്ട് പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ ആ തുക കൃത്യമായിട്ടും മെയ് 17 2025 മെയ് 17 നടന്ന പത്രസമ്മേളനം 18 മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ആ 18-ാം തീയതി കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ട് സാസ്കി ഫണ്ടിൽ നിന്നാണ് 113 കോടി രൂപ വീടിന്, അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ട് നമ്മുടെ അന്നത്തെ മന്ത്രി OR കേളുവും മേഘശ്രീ IAS വയനാട് ജില്ലാ കളക്ടർ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. സാസ്കി ഫണ്ടിൽ നിന്നാണ് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന്. അപ്പോൾ ഗവൺമെന്റ് നിരുപാധികം കൊടുത്ത 261 കോടി രൂപയും SDRFിൽ നിന്ന് ചെലവഴിച്ച, അത് മാത്രമല്ല 1200 കോടിയിൽ പരം രൂപ SDRFിൽ ഉണ്ടായിരുന്നു. ഈ SDRFിൽ നിന്ന് ചിലവഴിച്ച പണം, SDRF എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അതിൽ 1000 കോടി ഉണ്ടെങ്കിൽ അത്
അതിൽ 750 കോടിയും കേന്ദ്ര സർക്കാരിന്റെ പണമാണ് SDRF. ഈ SDRFിൽ നിന്ന് ഒരു ഉപാധികളില്ലാതെ ചിലവഴിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. കോടതിയും കേന്ദ്ര സർക്കാരും ഉപാധികളില്ലാതെ നൽകാനുള്ള അനുമതി നൽകിയിരുന്നു. ഈ പണമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്നിരിക്കെ ഈ CMDRFിൽ കിടക്കുന്ന 787 കോടി രൂപ ഞാനും നിങ്ങളും അടക്കുന്ന ഈ നല്ല മനസ്സുള്ള ആളുകള്, മനസ്സലിവുള്ള ആളുകള്, ഈ ദുരന്തത്തിൽ കണ്ണുനീര് വന്ന ആളുകള്, അല്ലെങ്കിൽ മനസ്സലിഞ്ഞ ആളുകൾ കൊടുത്ത പണം, ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി കൊടുത്ത പണം അതെന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെന്റ് പറയേണ്ടതാണ് നമ്മളോട്. ഈ ഷാജിമോൻ ശരിക്കും പുറത്തു നിന്നും ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാളല്ല. ഷാജിമോന്റെ കുടുംബം പോലും അവിടെ നിന്നും ഈ ദുരന്ത ബാധിതരായി അവിടെ നിന്ന് മാറി ഇപ്പോൾ വേറൊരു സ്ഥലത്ത് അമ്പലവയലല്ലേ അവിടെ മാറി താമസിക്കുകയല്ലേ? ഞാൻ ഈ ദുരന്തം ബാധിച്ച സ്കൂൾ റോഡിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ആദ്യം സ്കൂൾ റോഡിലായിരുന്നു ഞാൻ താമസിക്കുന്നത്. അതെ, നമുക്കിപ്പോ മനസ്സിലാവും ഓരോ ദുരന്ത ബാധിതരും എങ്ങനെയൊക്കെയാണ് ഈ ജീവിതം അതിനുശേഷം ഇങ്ങോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. നേരത്തെ പറഞ്ഞു 280 ചില്ലറ കോടി രൂപ, 87 കോടി രൂപ അല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതിനു വേണ്ടി പിരിച്ചിരുന്നു. പക്ഷേ അവിടുന്നാണ് 262 കോടി രൂപ ഇതാ വകമാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദാക്ഷിണ്യമില്ല ദുരന്ത ബാധിതരെ ഒരു കച്ചവടത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിന്റെ പേരിനും പ്രശസ്തിക്കും പണം പിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നല്ലേ അവിടെ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഗവൺമെന്റ് അവർക്ക് പ്രസിദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മാത്രമായിരുന്നു ശ്രദ്ധ. നിങ്ങൾ ഓർക്കണം, ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്റെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. നമുക്കൊക്കെ അറിയാം, ഭർത്താവ് വിവാഹിതനാകാനിരുന്ന വ്യക്തിയും ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്, എന്റെ മകളെ പോലെയുള്ള പെൺകുട്ടി, ആ കുട്ടിയുടെ പിതാവ് വർഷങ്ങളായി എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഞാനൊരു നിർമ്മാണ കരാറുകാരനാണ്, എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങനെ ഏറ്റവും അടുപ്പുള്ള ആ കുട്ടിക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷം. പക്ഷെ ആ കുട്ടിയെ പോലെ മറ്റ് പല കുട്ടികളുണ്ട്. 21ഓളം ആളുകൾ ജീവിതത്തിൽ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ 6 പേർ പ്രായപൂർത്തി എത്താത്ത കുട്ടികളാണ്. ഇതിൽ തന്നെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നു, ശ്രുതിക്ക് കൊടുത്തത് മക്കളെയാണ്, വിദ്യാഭ്യാസമുള്ള മറ്റു മക്കളുണ്ട്, അവർക്ക് കൂടി ജോലി നൽകാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മറ്റ് കുട്ടികൾക്ക്, അല്ലെങ്കിൽ മറ്റ് ഈ അനാഥരായ ആളുകൾക്ക് അവർക്ക് വാർത്താ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് അവർക്കാർക്കും ഗവൺമെന്റ് ജോലി നൽകിയില്ല. ശ്രുതിക്ക് ജോലി നൽകി. ശ്രുതിക്ക് ജോലി നൽകിയതിൽ അങ്ങേയറ്റം നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റിന്റെ പേരും പ്രസിദ്ധിയും കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അത് മാത്രമല്ല, നോക്കൂ, അട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് വേലിപ്പാലം കഴിഞ്ഞു വേണം പോകാൻ. കേവലം 21ഓളം കുടുംബങ്ങള് അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവിടേക്ക് കോടിക്കണക്കിന്, അവിടെ ആരും ഇന്ന് താമസമില്ല, ആ പ്രദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ മുടക്കി റോഡ് നിർമ്മിച്ചിരിക്കുന്നു. ഈ റോഡ് നിർമ്മിക്കുന്നതിൽ മുൻ മന്ത്രി റിയാസാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യമായിരിക്കാമല്ലോ. അങ്ങനെ ടെൻഡർ നടപടികൾ പോലും ഇല്ലാതെയാണ് ഇത്തരം റോഡുകൾ നിർമ്മിക്കുക. അതിൽ നിന്ന് എന്താണ്, അതിനൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. ആളുകൾ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് റോഡ് നിർമ്മിക്കുന്നു. ഇപ്പൊ പടവട്ടിക്കുന്നു എന്ന് പറയുന്ന ഈ സ്കൂൾ റോഡ് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ട, ഇല്ലാതായ സ്കൂൾ റോഡിൽ കൂടെ വേണം പോകാൻ. അവിടെ ഈ വലിയ പാറ കഷ്ണങ്ങളൊക്കെ അടിഞ്ഞു പോയ പുഴയ്ക്ക് നടുവിലൂടെ വേണം ഇന്ന് അവിടേക്ക് പോകാൻ, പടവട്ടിക്കുന്നിലേക്ക്. അവിടേക്ക് റോഡ് നിർമ്മിക്കാൻ അവിടെയും ഉള്ളത് ഒരു 17-18 കുടുംബങ്ങളാണ്. അവിടേക്ക് റോഡ് നിർമ്മിക്കുന്നതിന്റെ 4/1 പണം ഉണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാം. ഇതുവരെ പുനരധിവാസ ലിസ്റ്റിൽ അവരെ പെടുത്തിയിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ ആ എസ്റ്റേറ്റ് പാടികളിലുള്ള ആളുകള് അവരെ കുറച്ചുപേരെ ഉൾപ്പെടുത്തി, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തി, വേണ്ടപ്പെട്ട കുറെ ആളുകൾ ഒഴിവാക്കി. ഇവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു 10, 80, 85 ആളുകളെയും കൂടി പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അവിടെ നിന്ന് പൂർണ്ണമായി അപകട ഭീഷണിയുള്ള ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷം വരും. ഇതിലെല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു പുനരധിവാസം പൂർണ്ണമാവും. പക്ഷെ പുനരധിവാസ ലിസ്റ്റ് ചുരുക്കി കൊണ്ടുവന്ന് എങ്ങനെയാണ് ഇവർക്ക് ഈ പുനരധിവാസത്തിന് ലഭിച്ച തുകകൾ എങ്ങനെയാണ് അടിച്ചു മാറ്റേണ്ടത്, ഞാൻ ആ വാക്കുകൾ പ്രയോഗിക്കുകയാണ്, അടിച്ചു മാറ്റേണ്ടത് എന്നുള്ള ഗവേഷണത്തിലായിരുന്നു ഈ ഗവൺമെന്റ്. അതിനിടയിൽ ഒരു ഭൗമശാസ്ത്രജ്ഞനെ കൊടുന്നു, ജോൺ മത്തായി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇനി ഒരു 50 വർഷത്തേക്ക് കൂടെ ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഐസർ മൊഹാലി എന്ന് പറയുന്ന ഒരു ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ ഐസർ മൊഹാലിയിലെ അവർ വന്ന് പറഞ്ഞു, വലിയ ഡെബ്രീസ് ഒക്കെ അവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ട്, ഇനി അത് വലിയ താമസമില്ലാതെ ഒരു ഉരുൾപൊട്ടൽ കൂടി വലിയൊരു മഴ ഉണ്ടാകുക ബാക്കിയും കൂടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും ഉരുൾപൊട്ടൽ ആ പ്രദേശത്ത് ഉണ്ടാകുമെന്ന് മറ്റുള്ള ഗവേഷകർ പറഞ്ഞു. അതിനുശേഷം ജോൺ മത്തായി അദ്ദേഹത്തിന്റെ വാക്ക് തിരുത്തി ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു ചതി നമ്മളോട് ചെയ്തു. 30 മീറ്റർ ഈ പുഴയിൽ നിന്ന് 30 മീറ്റർ അകലെയുള്ള ആളുകൾ വരെ അപകട സാധ്യതയുള്ളൂ, അതിനപ്പുറത്ത് 31 മീറ്റർ ആണെങ്കിൽ പോലും അപകടമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകളെ
പുനരധിവാസത്തിനുള്ള ലിസ്റ്റിൽ നിന്ന് ആളുകൾ എങ്ങനെ ചുരുക്കാമെന്ന് നോക്കി ചുരുക്കി കൊണ്ടുവന്നു. ഇങ്ങനെ പണം എങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണം അടിച്ചു മാറ്റാം എന്നുള്ള ഗവേഷണത്തിലായിരുന്നു ഗവൺമെന്റ്. പക്ഷെ ഈ PR വർക്കും കൊട്ടിഘോഷിക്കലും അതിനിടയിൽ ഞങ്ങൾക്കും എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട ആളുകൾ ഒരു കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങാൻ സാധിക്കട്ടെ എന്നുള്ളതുകൊണ്ട് പലതിനും നോക്കി കണ്ണടക്കേണ്ട ഒരു അവസ്ഥ വന്നു, ഗതികേട് വന്നു. അതിനെതിരെ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും പുനരധിവാസം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയം, ഗൂഢോദ്ദേശം എന്നുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം നെറികേടുകളെ മറയ്ക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഷാജി, അട്ടമലയിൽ റോഡ് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ PWDയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചിലരുടെ കമന്റ് എന്താണെന്നറിയാവോ? ഇനി ഇതുപോലൊരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകണമെങ്കിൽ ഉണ്ടായാൽ ആ 21 കുടുംബക്കാർ റോഡിൽ കൂടെ ഓടി രക്ഷപ്പെടാമല്ലോ. എന്ത് ബാലിച്ചമാണ് അല്ലേ ഇവരുടെയൊക്കെ ഒരു സമീപനം. ഇത്രയും നീതികേടുള്ള നെറികെട്ട ഒരു വാക്ക് അവർക്ക് അവരുടെ ആ പ്രദേശത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അട്ടമല. അതിനുശേഷമാണ് 2003 ഞാൻ ചൂരൽമലയിലേക്ക് വരുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഈ 2003 ഞാൻ ചൂരൽമലയിലേക്ക് വീട് വെച്ച് വരുന്നത്. പിന്നെ സ്കൂൾ റോഡിലേക്ക് പിന്നെ വീട് മാറുകയാണ് ചെയ്തത്. ഈ അട്ടമലയിൽ ആരും ഒന്നും താമസമല്ല. അവിടുത്തെ താമസക്കാരെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് ഈ ബെയിലി പാലം കടന്നു വേണം പോവാൻ. ബെയിലി പാലത്തിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. അത് ഒരു 3 മണിക്ക് ഒരു പരിധി സമയത്തിന് ശേഷം അവർ കടത്തിവിടില്ല. ഒരു പരിധി സമയം വരെ കടത്തിവിടുള്ളൂ. അട്ടമലയിൽ നിന്ന് ആരും താമസമില്ല. എസ്റ്റേറ്റിലെ കുറച്ച് ബംഗാളികളെ കൊണ്ട് എസ്റ്റേറ്റ് പാടികളിൽ താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിവ്. മറ്റാരും അവിടെ താമസമല്ല. ആ റോഡ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെ. നമുക്കറിയാം PWD ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അവർക്ക് ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കോ രാജ്യത്തിന്റെ വികസനത്തിനോ അപ്പുറം അവരുടെ പോക്കറ്റിൽ എങ്ങനെ പണം നിക്ഷേപിക്കുക, അല്ലെങ്കിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ ഈ അട്ടമലയിലേക്ക് ആ റോഡ് പണിയുന്നതിന് പകരം ആ 20 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമായിരുന്നു. ഇന്ന് അവർ ഗവൺമെന്റ് വാടക കൊടുക്കുന്നുണ്ട്. ഈ ആളുകൾക്ക് അട്ടമലയിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച ആളുകൾക്ക് ഗവൺമെന്റ് വാടകയും 9,000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിൽ 2 പേർക്ക് അതും കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ആ കൊടുക്കുന്നത് പോലും ഇവരെയും കൂടി പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. പടവട്ടിക്കുന്നിലേക്ക് ഈ വിജിയുടെ അവൻ ആകെ ഒരു തറയുണ്ടായിരുന്നു അതിനകത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട്. അവൻ മൈസൂരിൽ ഒരു ജിംനേഷ്യം നടത്തുന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് എന്റെ കൂടെ പഠിച്ച എന്റെ സഹപാഠിയായിട്ടുള്ള ആള് വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ട് തറ ഉണ്ടായിരുന്നു. അപ്പൊ വീട് വെക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് ഈ ഉരുൾപൊട്ടുന്നത്. അദ്ദേഹത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമല്ല അദ്ദേഹം ആ സ്ഥലം കീറി മുറിച്ചുകൊണ്ടാണ് പുതിയ റോഡ് പോകുന്നതെന്ന് പറയുന്നത്. അതിലെ പോകാൻ പറ്റില്ല. സത്യത്തിൽ ആ റോഡ് പണിഞ്ഞാലും മഴക്കാലത്ത് അതിലെ ആളുകൾക്ക് പടവട്ടിക്കുന്നിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പടവട്ടിക്കുന്നുകാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അതുപോലെ ജയഘോഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട് നിർമ്മിച്ചത് ഞാനാണ്. അദ്ദേഹം ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് അച്ഛന്റെ തറവാടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ സ്ഥലം അച്ഛൻ കൊടുത്തു. അങ്ങനെ അവിടെയാണ് ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വീട്. ഈ വീട് നിർമ്മിച്ച് പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റിയില്ല, അച്ഛന്റെ പേര്. അപ്പൊ 2 വീട് അവിടെ ഉണ്ട്. അപ്പൊ ഇയാള് പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല. അതേസമയം ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഒരു സഖാവിന്റെ അനുജൻ ഈ സഖാവിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. സഖാവ് വാടകയ്ക്ക് പുറത്തായിരുന്നു. ഈ സഖാവിനും വീട് കൊടുത്ത് അനുജന് വാടകക്കാരൻ എന്നുള്ള നിലയ്ക്കും വീട് കൊടുത്തു. അപ്പൊ ഒരു ഇതിൽ തന്നെ 2 വ്യക്തികളോട് ഒരേപോലെയുള്ള 2 വ്യക്തികളോട് 2 തരം സമീപനം. ഒരേപോലെയുള്ള ഈ കുറച്ചുകൂടി അർഹതയുള്ളത് ജയഘോഷിനാണ്. ജയഘോഷ് വീട് വെച്ചതാണ്, മറ്റേ ആൾക്ക് വീടില്ല. പക്ഷെ അവർ വീട് കൊടുക്കുന്നു. ഇങ്ങനെ ഇവർക്ക് തോന്നിയ പോലെ ചെയ്തു, തോന്നിയ പോലെ ആളുകളെ ഒഴിവാക്കുന്നു. ഇവർക്ക് തോന്നിയ ആളുകൾ അതുപോലെ എങ്ങനെയാണ് എങ്ങനെ പുനരധിവാസ ലിസ്റ്റിൽ ഈ അപകട മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം എന്ന് പരിശോധിക്കുന്നതിന് പകരം എങ്ങനെ ലിസ്റ്റിൽ ആളുകളെ എണ്ണം കുറയ്ക്കാം, അതുവഴി ഈ പണം എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയായിരുന്നു ഇവര്. നോക്കൂ, ഇത്രയുമായിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അമൃതാനന്ദമയി മഠം ഏർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ പിറകിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഒട്ടനവധി കാലമായി. ഇതുവരെ അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ഇത്തരം ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ അപകടം ഭാവിയിലും ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ തന്നെയാണ്, അപകട സാധ്യതാ പ്രദേശം തന്നെയാണത്. അവിടെ നിന്ന് ആളുകളെ ഇനിയും അപകടമുണ്ടാകും, ഇനിയും ഇവരുടെ ഈ ഖജനാവിലേക്ക് പണം വരണം എന്നുള്ള നികൃഷ്ടമായ ചിന്തയാണ് ഗവൺമെന്റിനെ നയിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അത് തികച്ചും വർഗീയമായ ഒരു വേലികെട്ടൽ. അതായത് മുസ്ലിം ലീഗിന് ലീഗുകാര് അവരുടേതായ രീതിയിൽ അവർ ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ടാകണം അവരുടെ രീതിയിൽ പണം പിരിച്ചതും അവരുടെ കുറെ വീടുകൾ അവരിപ്പോൾ വച്ച് ആൾക്കാരെ കയറ്റി താമസിപ്പിച്ചതും അവർക്ക് നൽകിയതും. അതേപോലെയാണ് ഈ അമൃതാനന്ദമയി മഠമൊക്കെ കേരളത്തിന്റെ ഇതുപോലുള്ള ഇപ്പോഴല്ലല്ലോ, ഇതിനു മുമ്പ് തന്നെ നമ്മുടെ
സുനാമി അടിച്ച ആ സമയത്തൊക്കെ മഠത്തിന്റെ വളരെ നല്ല ശക്തമായ കരുതൽ പ്രളയബാധിതർക്ക്, അന്നത്തെ ദുരിതബാധിതർക്ക് ഉണ്ടായതാണ്. പക്ഷെ അവരെ കടുത്ത രീതിയിൽ അവഗണിക്കുന്നത് പറയുമ്പോൾ സർക്കാർ അങ്ങനെ ഒരു വല്ലാത്തൊരു വർഗീയ കണ്ണിലൂടെ നോക്കി എന്നല്ലേ കഴിഞ്ഞ സർക്കാർ, LDF സർക്കാർ? അത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. അവിടെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു ചെറുതിരിവാട് വന്നില്ല. കാരണം മുസ്ലിം ലീഗ് വീട് വെച്ചതിൽ പോലും കുറച്ച് ഹിന്ദുക്കൾക്ക് അവർ 90 വീട് വെച്ചതിൽ ഒരു 10ഓളം ഹിന്ദുക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവര്. അത് മാത്രമല്ല അവിടെ ഹൈന്ദവ സംഘടനകളാണ് ഇക്കാര്യത്തിൽ വളരെ പിറകോട്ട്, അത് പറയാതെ വയ്യ. മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും ഒട്ടനവധി ആളുകൾക്ക് ജാതി മതം നോക്കാതെ അവിടെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ SNDP NSS പോലുള്ള സംഘടനകൾ വളരെ ഇവരുടെയൊക്കെ ഇന്ന് ഞാനിത് ഞാനൊരു പാർട്ടിയുടെ ചുമതലയിൽ ഇരിക്കുന്നതുകൊണ്ട് പറയാതെ വയ്യ. പക്ഷെ ആ പ്രദേശത്തെ ഒരു ദുരന്ത ബാധിതൻ, അവിടെയുള്ള സാധാരണക്കാരുടെ വിഷമങ്ങൾ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ളത് എനിക്കിത് പറയാതെ വയ്യ. SNDP NSS പോലെയുള്ള സംഘടനകൾ ഇന്ന് നോക്കൂ, മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നു. പക്ഷെ വിമർശിക്കാൻ അദ്ദേഹത്തെ എത്രത്തോളം അർഹനാണ്. ഞാൻ അവിടെ ക്ഷേത്ര സെക്രട്ടറി ആയിരുന്നു, എനിക്കറിയാം. ഓരോ ജാതി തിരിച്ച് ഞങ്ങളെ പ്രത്യേകിച്ച് ആ വയനാട് ആ പ്രദേശത്തൊന്നും ജാതി ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പ്രശ്നം. പക്ഷെ അതിനുശേഷം ഇത്തരം ഞങ്ങൾ കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് കൊണ്ട് ഓരോരുത്തരുടെയും ജാതിയും രാഷ്ട്രീയം അടക്കം മാറ്റിക്കൊണ്ട് നമ്മൾ എടുത്തിരുന്നു. അതിൽ തന്നെ ഒരു 60ഓളം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു നയാ പൈസ SNDPയുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ ഹിന്ദുക്കളുടെ കാര്യം പറയുമ്പോൾ അവിടെ അദ്ദേഹത്തോട് എന്നെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ എത്തിപ്പെടുകയാണെങ്കിൽ എനിക്ക് ചോദിക്കണം, ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ച അവിടെയുള്ള അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു നാരങ്ങാമിഠായി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ കാര്യമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. സേവാഭാരതി എന്ന് പറയുന്ന ഒരു സംഘടന കൂടി ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ ഏതാണ്ട് അനാഥമാകുമായിരുന്നു. സേവാഭാരതി അവിടെ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 4-4.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടെ പുനർജനി എന്ന പേരിൽ വീടുകൾ നിർമ്മിക്കാനുള്ള കുറ്റി അടിച്ചിട്ടുണ്ട്. അതിന്റെ പുനർപ്രവർത്തനങ്ങൾ, ബാക്കി പ്രവർത്തനങ്ങൾ എന്തായെന്ന് അറിയില്ല. എന്തായാലും അത്രയെങ്കിലും അവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആളുകൾ ഒരുപാട് ചേർത്ത് പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി ചിന്മയ മിഷൻ വലിയ തോതിൽ അവിടെ സഹായം ചെയ്തിട്ടുണ്ട്. ഞാനടക്കമാണ് ഗുണഭോക്താക്കളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ കുറെ സഹായം ചെയ്തിട്ടുണ്ട്. അമൃതാനന്ദമയി മഠം അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഇല്ലാത്ത ആളുകൾക്ക് SNDP NSS പോലെ SNDPയും NSSഉം, ഞാൻ അവിടെയുള്ള ഒരു വയനാട് ജില്ലയിലെ ഒരു SNDPയുടെ നേതാവിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 4000 ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ വളരെ സങ്കടം തോന്നിയൊരു വളരെ അധികം 4000 ഇവർക്ക് ഗവൺമെന്റിനെ പീഡിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ആ ഒരു പണം ഇവര് വലിയ തുക SNDP വലിയ തുക ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ആ തുക അടക്കുന്നതായിരുന്നു ഒരു 20% എടുത്തിരുന്നെങ്കിൽ ഒരു 10-20% ഈ ആളുകൾക്ക് നേരിട്ട് ചെയ്യും. ഗവൺമെന്റ് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നറിയാം. പക്ഷെ ഇപ്പൊ മുസ്ലിം ലീഗ് ചെയ്യുന്നത് 90% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണ് ചെയ്യുക. അവരത് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം എന്നിട്ടും അവർ 10 പേരെ ഉൾപ്പെടുത്തി. അതിന് അവരോട് നന്ദി പറയണം. അതുപോലെ മുസ്ലിം സംഘടനകള് എത്രയോ ജമാഅത്ത് കമ്മിറ്റികളും എത്രയോ പള്ളികളും എത്രയോ ചെയ്തു. അവിടെ വന്നുകൊണ്ട് പലർക്കും വീട് വെച്ചു കൊടുത്തു. ക്രിസ്ത്യൻ സംഘടനകള് വീട് വെച്ചു കൊടുത്തു. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട എത്രയോ NSS ഉണ്ട്, SNDP ഉണ്ട്, KPMS ഉണ്ട്, പുലർ മഹാസഭ പോലെ അതുപോലുള്ള സംഘടനകളുണ്ട്, വിശ്വകർമ്മ സഭ ഉണ്ട്. വിശ്വകർമ്മ സഭ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. വിശ്വകർമ്മജരായിട്ടുള്ള ആളുകൾക്ക് തൊഴിലുപകരണങ്ങളെല്ലാം കൊടുത്തു. അതെങ്കിലും അവർ ചെയ്തു. പക്ഷെ നമ്മളെ പ്രധാനപ്പെട്ട മുഖ്യധാരയിൽ നിൽക്കുന്ന SNDP NSSഉം ദുരന്തബാധിതർക്ക് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. വലിയ സങ്കടകരമാണ്. കാരണം ഇവരൊക്കെ ഈ വലിയ വാക്കുകളൊക്കെ പറയുമ്പോൾ വലിയ വലിയ വാക്കുകളും ഹിന്ദു ഐക്യത്തെ കുറിച്ച് ഹിന്ദുവിനെ ഉണർത്താൻ നിൽക്കുമ്പോ ഈ മണ്ണിനടിയിൽ പോയ കുറച്ച് മനുഷ്യരുണ്ട് ഹിന്ദു എന്ന പേരിൽ. അവർക്ക് വേണ്ടി ഇവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ചോദിക്കാതെ വയ്യ. ഇത് ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന് ആ പ്രദേശത്തെ ഒരുവിധം അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായ ഞാനെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ, അത് മാത്രമല്ല ഈ ഹിന്ദുത്വം പറയുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ടുള്ള ഞാനെങ്കിലും ഇത് ഉന്നയിച്ചില്ലെങ്കിൽ നാളെ വരും തലമുറ എന്നോട് ദ്രോഹി എന്ന് പറയും. ചിലപ്പോ എനിക്ക് ഈ ചോദ്യങ്ങളെ കൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടായിരിക്കാം. ചുരുമല മുണ്ടക്കൈ ദുരന്ത ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതായത് സേവാഭാരതിയെയും സംഘത്തെയും മാറ്റി നിർത്തിയാൽ ഹിന്ദു സംഘടനകൾ ക്രൂരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് പറയാതെ വയ്യ.
തീർച്ചയായും ഇതേപ്പറ്റി അതായത് അവിടെ ദുരന്തബാധിതര എല്ലാവർക്കും വീട് ലഭിക്കട്ടെ, പക്ഷേ അർഹരെ ഒഴിവാക്കിയതിനെ കുറിച്ചെങ്കിലും അന്വേഷിക്കണമെന്ന് ഇപ്പോഴത്തെ പുതിയ UD സർക്കാരോട് ആവശ്യപ്പെടാൻ എന്തെങ്കിലും ഒരു നീക്കമുണ്ടോ? ഒരു കാര്യം കൂടി എനിക്ക് പറയാതെ വയ്യ. ഈ പടവട്ടിക്കുന്ന് എന്ന് ഞാൻ സൂചിപ്പിച്ചു. പടവട്ടിക്കുന്നിൽ ഭൂരിപക്ഷം ഈ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകളാണ്, അങ്ങനെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത് കുറച്ച് താഴേക്ക്, മുകളിലേക്കാൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും താഴേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും. ഈ മുസ്ലിം സംഘടനകൾ പൂർണ്ണമായിട്ടും അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായിട്ടും വീട് ലഭിച്ചു. ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ എന്റെ സുഹൃത്തായിട്ടുള്ള ആലക്കൽ നസീർ, ഞാൻ പറഞ്ഞല്ലോ ജനശബ്ദ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആലക്കൽ നസീർ ജില്ലാ കളക്ടറോട് ഈ വിഷയം പറഞ്ഞു. ഇവിടെ ഒരു മാറ്റി നിർത്തലുകൾ പോലെ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗങ്ങളെ മാറ്റി നിർത്തൽ പോലെ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഞാനും അപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചത്. അവിടെ ആ പടവട്ടിക്കുന്നിൽ വീട് ലഭിക്കാത്തതിൽ ഭൂരിപക്ഷവും ആ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ആർക്കും വീട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിം സംഘടനകള് ബാക്കിയുള്ള സ്ഥലത്തുള്ള ഹിന്ദുക്കളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്നത് പോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഘടകമുണ്ടല്ലോ. അവരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല, അവരോട് നന്ദിയാണ് എനിക്ക് എന്നുള്ളത്. പക്ഷെ ഈ പട്ടിക ഇപ്പോ ദിനുവയിലിനെ പോലെ, മൃദുലാദേവിയെ പോലെ, സണ്ണി കബിക്കാടിനെ പോലെ, മറ്റേ ശ്യാംകുമാറിനെ പോലുള്ള ആളുകള് ദളിതർക്ക് വേണ്ടി വലിയ വാക്കുകളൊക്കെ പറയാറുണ്ട്. ഒരു നാരങ്ങ മിഠായി വാങ്ങിച്ചു കൊടുക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. ഇവരാരെങ്കിലും ഈ പടവട്ടിക്കുന്നിലെ ദളിതരായിട്ടുള്ള ആളുകളെ, അവർക്ക് മാത്രമാണ് പുനരധിവാസ ലിസ്റ്റിൽ പെടാത്തത്. ഇവരുടെ വേദനകൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല. ഈ ഹിന്ദുക്കളെ ഉണർത്താൻ നടക്കുന്ന SNDP NSS അടക്കമുള്ള ഈ മറ്റേ അവിടെ ഈ ഓരോരുത്തരും കിടക്കുപുറത്ത് എന്ന് പറയുന്ന സുകുമാരൻ നായർ അടക്കമുള്ള, വെള്ളാപ്പള്ളി അടക്കമുള്ള പിന്നെ ആളുകള്, ഈ സാമുദായിക നേതാക്കന്മാര് ഇവർക്ക് വേണ്ടി വാദിക്കാനില്ല. അപ്പോ ഈ പാവങ്ങളെ ആര് ചേർത്ത് പിടിക്കും? അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു നീറുന്ന ചോദ്യമാണ്. അതെ, UD സർക്കാരിന് മുന്നിൽ എന്തെങ്കിലും അന്വേഷണം, അനർഹരെ ഒഴിവാക്കിയതിനെ പറ്റി സർക്കാരിനോട് അന്വേഷണം നടത്താനെങ്കിലും ഒന്ന് ആവശ്യപ്പെടുമോ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ആളുകളെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ പലതവണ നിവേദനങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നതാണ്. ഇപ്പൊ പുതിയ ഞങ്ങളുടെ കൂടി കൽപ്പറ്റ MLA ആണ് T സിദ്ദീഖാണ് മന്ത്രി. അദ്ദേഹം ഇന്നാൾ അനിൽകുമാറും T സിദ്ദീഖും അവിടെ വന്നുകൊണ്ട് ഇവരെയും കൂടി ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. 402 വീടിനാണ് അവിടെ ടൗൺഷിപ്പിൽ, കൽപ്പറ്റ ടൗൺഷിപ്പിൽ നിർമ്മാണത്തിനുള്ള കരാറ് നൽകിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 300 വീടുകൾ മാത്രമാണ് അവിടെ ഇപ്പോ കൊടുക്കാനുള്ള ലിസ്റ്റ് ആയിട്ടുള്ളത്. പുനരധിവാസ ലിസ്റ്റിൽ 100 വീടുകളും കൂടി അവിടെ കൊടുക്കാൻ ഉള്ളതായിട്ടുണ്ട്. അപ്പൊ ഇവരെയും കൂടി ഉൾപ്പെടുത്താൻ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കും എന്നാണ് ഈ പുതിയ ഗവൺമെന്റ് T സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ അതിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരാ ഉറപ്പ് തെറ്റിക്കുകയാണെങ്കിൽ സമരമുഖത്തേക്ക് ഇറങ്ങും, അതിൽ മാറ്റമില്ല. എന്തായാലും വലിയ ഉപകാരം. നിങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊള്ളുക, പോട്ടെ. എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ദുരന്ത ബാധിതർക്ക് എല്ലാവിധ നീതിയും ലഭിക്കണമെന്ന് മനസ്സുകൊണ്ടിന് ആഗ്രഹിക്കും. നമസ്കാരം. നന്ദി.